തുടരൂ. നമുക്കൊപ്പം ഭക്ഷ്യമന്ത്രി GR അനിൽ ഇപ്പോൾ ചേരുകയാണ്. നമസ്കാരം മിനിസ്റ്റർ. റേഷൻ വാങ്ങിയവരുടെ വീടുകളിൽ എത്തിയുള്ള പരിശോധനയ്ക്ക് എതിരെ ഇപ്പോൾ റേഷൻ വ്യാപാരികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ 5 വീടുകൾ കയറുക എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കൈമാറുന്ന ആളുകളും ഉണ്ടല്ലോ റേഷൻ വാങ്ങുന്നവരിൽ. അപ്പോൾ അത് ഒരു കൃത്യമായ പരിശോധനയായി നടക്കുമോ? ഇത് കേരളത്തിലെ റേഷൻ വിതരണത്തെ വക്രീകരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റേഷൻ പൊതുവിതരണ സംവിധാനം കുറ്റമറ്റ നിലയിലും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. റേഷൻ വ്യാപാരികൾ വളരെ നന്നായി സഹകരിക്കുകയും നല്ല നിലയിൽ ആ ലൈസൻസുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും വിധത്തിൽ ഇതിനകത്ത് കുഴപ്പങ്ങളാണ്, ഇത് മോശത്തരമാണെന്ന് വരുത്താൻ നിൽക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിൽ അവരുടെ പരാതികൾ അസ്ഥാനത്താണ് എന്ന് ഈ അന്വേഷണങ്ങൾ തെളിഞ്ഞു വരികയാണ്. ഇതുവരെ നമ്മുടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ഒരു സ്ഥലത്തും റേഷൻ വിതരണത്തിലൊരു പോരായ്മയോ അല്ലെങ്കിൽ കുറവിനെ സംബന്ധിച്ചോ എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ഇന്ന് റേഷൻ വ്യാപാരി സംഘടനയുടെ എല്ലാ സംഘടനയുടെ നേതാക്കന്മാരും ഞാനും 3 മണിക്കൂർ നേരം ഒരുമിച്ച് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കോൺഫറൻസിൽ ഉണ്ടായിരുന്നതാണ്. അവരാരും തന്നെ ഇതിൻ്റെ പ്രതിഷേധമോ പ്രകടനമോ എതിർപ്പോ അങ്ങനെ ഒരു പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ഗവൺമെൻറ് അവരെ പീഡിപ്പിക്കാനോ അവരെ പ്രയാസപ്പെടുത്താനോ വേണ്ടിയല്ല ഇത്തരം ഒരു പരിശോധന നടത്തുന്നത്. പരാതി വന്നപ്പോൾ പരാതിയിൽ വസ്തുത ഉണ്ടെങ്കിൽ ആ വസ്തുത പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. അതിനപ്പുറത്ത് അനാവശ്യമായി സർക്കാരും വ്യാപാരികളും തമ്മിലുള്ള തർക്ക വിഷയമായി മാറേണ്ടുന്ന ഒരു സാഹചര്യവും ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ GR അനിൽ, അപ്പോൾ ഈ 5 വീട്ടിൽ കയറിയുള്ള പരിശോധന നടക്കുമോ ഇല്ലയോ? അതെല്ലാം നടത്താൻ കഴിയില്ല. അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ. നടത്തേണ്ടുന്ന എല്ലാ വീടുകളും കയറാനല്ലല്ലോ. ഒരു റാൻഡം പരിശോധന ഇത്തരത്തിലുള്ള കടയിൽ നിന്ന് അതാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് അപഹാസ്യമായ പരിശോധനാ നിർദ്ദേശമെന്നാണ്. വ്യാപാരികൾ ഇതിനോട് പൂർണ്ണമായും എതിർപ്പിലാണ്. അത് വസ്തുത പുറത്തു വരുമ്പോൾ അപകാശമാണോ അല്ലയോ എന്ന് അവർക്കത് ബോധ്യപ്പെടും. പരിശോധന തുടരാനാണ് തീരുമാനം. അതെ, പരിശോധന നടത്തുന്നതിന് എന്താ കുഴപ്പം? ഒരു പരാതി വന്നാൽ, വിജിലൻസിന്റെ റെഫറൻസ് വന്നാൽ അത് പരിശോധിക്കുകയും വസ്തുത ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണല്ലോ ഗവൺമെന്റും ജനാധിപത്യ സംവിധാനവും ചെയ്യേണ്ടത്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതല്ലാതെ ആരെയെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിൽ കണ്ടുകൊണ്ട് അവരോട് പ്രതികാരം തീർക്കാൻ അങ്ങനെ ഒരു ശൈലിയിൽ ആ രീതിയിലോ അങ്ങനെ ഒരു വക്രീകരിക്കാനുള്ള രീതികളിലോ തലവെച്ചു കൊടുക്കാൻ വകുപ്പ് ഉദ്ദേശിക്കുന്നില്ല. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ GR അനിൽ.